നിയോഗത്താലി കോളേജിന്റെ മുമ്പിൽ തന്നെ കാർ നിർത്തിയിട്ട് അതിൽ നിന്ന് പുറത്തേക്കിറങ്ങി പാർവതിയെ നോക്കി അക്ഷമയോടെ നിൽക്കുന്നുണ്ടായിരുന്നു അവളുടെ അച്ഛൻ. ശ്രീനന്ദയും പാർവതിക്കൊപ്പം കാറിനടുത്തേക്ക് ചെന്നു. ബാഗ് അവളുടെ അച്ഛന്റെ കയ്യിലേക്ക് കൊടുത്തു. ബാക്ക് സീറ്റിലിരുന്ന് അവളുടെ അമ്മ വാ പൊത്തി കരയുന്നുണ്ടായിരുന്നു. പാർവതിയെ കണ്ടതോടെ അവരുടെ സങ്കടം ഇരട്ടിച്ചു. ശ്രീനന്ദയ്ക്കെന്തോ ആ കാഴ്ചയൊന്നും കണ്ടു നിൽക്കാനായില്ല. പാർവതി പോകും മുമ്പ് ശ്രീനന്ദയെ തിരിഞ്ഞു നോക്കി. ശ്രീനന്ദ വേഗം ഓടിച്ചെന്ന് പാർവതിക്ക് അടുത്തേക്ക് നിന്നു. മെല്ലെ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. നോക്കു പാറു, മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. ചെറുതായിട്ട് എന്തെങ്കിലും പരിക്ക് മാത്രമേ കാണുള്ളൂ. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. പ്രാർത്ഥിക്ക്. ഞാനും പ്രാർത്ഥിക്കാം. നീ അങ്ങ് എത്തിയിട്ട് വിളിക്കണം എന്ന് പറയാൻ തുടങ്ങിയപ്പോഴാണ് ശ്രീനന്ദയും ഓർത്തത് വിളിക്കാൻ തനിക്ക് ഫോണില്ലല്ലോ എന്ന്. ഒരു കാര്യം ചെയ്യും, ഞാൻ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് അതിർവേട്ടന്റെ അമ്മയുടെ ഫോണിൽ നിന്ന് നിന്നെ വിളിക്കാം. പാർവതി തലകുലുക്കി. ആ കാറ് കണ്ണിൽ നിന്ന് അകലും വരെ ശ്രീനന്ദ അവിടെ തന്നെ നിന്നു. എന്തോ അവൾക്കും കണ്ണു നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. പിന്നെ പതിയെ അവൾ ക്ലാസ്സിലേക്ക് നടന്നു. അപ്പോഴേക്കും ലഞ്ച് ബ്രേക്കിനുള്ള സമയം എത്തി. എന്തുകൊണ്ടോ ശ്രീനന്ദയ്ക്ക് ആഹാരം പോലും മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവളുടെ മനസ്സിൽ അത്രയും നിറഞ്ഞു നിന്നത് പാർവതിയുടെ ഏട്ടനായിരുന്നു. പ്രവീണിന് ആപത്തൊന്നും വരുത്തരുതെന്ന് ശ്രീനന്ദ മനസ്സുരുകി പ്രാർത്ഥിച്ചു. ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാതെ വെറുതെ ഡെസ്കിൽ തലവെച്ച് കിടക്കുകയാണ് നന്ദ. ആ ക്ലാസ്സിൽ ശ്രീനന്ദയ്ക്ക് കൂട്ടായി പാർവതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ആഹാരം പോലും കഴിക്കാതെ കിടക്കുവാണെന്ന് അറിഞ്ഞിട്ടും ക്ലാസ്സിലുള്ള മറ്റു കുട്ടികൾ ആരും അവൾക്കടുത്തേക്ക് വരാനോ എന്തു പറ്റിയെന്നോ നീ ആഹാരം കഴിക്കുന്നില്ലേ എന്നൊരു വാക്ക് ചോദിക്കാനോ പോലും മുതിർന്നില്ല. അവർക്ക് എല്ലാവർക്കും എപ്പോഴും ശ്രീനന്ദയെ ഒരു പുച്ഛമായിരുന്നു. അന്നും ഇന്നും പാർവതി മാത്രമേ അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പാർവതിയുടെ അസാന്നിധ്യം ശ്രീനന്ദയ്ക്ക് വലിയ വിഷമം ഉണ്ടാക്കി. വിഷമം മാത്രമല്ല, ഒറ്റപ്പെടലും. എങ്കിലും എങ്ങനെയെങ്കിലും ക്ലാസ്സിൽ ഇരുന്നല്ലേ പറ്റൂ എന്നൊരു ചിന്തയിൽ അവൾ അവിടെ തന്നെ ഇരുന്നു. ഓരോ അവറുകൾ കഴിഞ്ഞു പോകുന്നതനുസരിച്ച് ശ്രീനന്ദ യാന്ത്രികമായി തന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു. അപ്പോഴാണ് ആൻസി മിസ് ക്ലാസ്സിലേക്ക് വന്നത്. അല്പം കർക്കശക്കാരിയായ ഒരു അധ്യാപികയാണ് ആൻസി. അത്യാവശ്യം ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെയുള്ള സ്ത്രീയ. പലപ്പോഴും കുട്ടികളുടെ നിറവും ഭംഗിയും പണവും ഒക്കെ നോക്കിയാണ് അവർ മാർക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീനന്ദയോട് അവർക്കൊരു ഇഷ്ടക്കേടുണ്ട്. പണം കുറഞ്ഞ കുട്ടികളോടൊക്കെയുള്ള ഒരു പുച്ഛമാണ് ആ സ്ത്രീക്ക് അവളോടും. പലപ്പോഴും അവർ ശ്രീനന്ദയെ മാറ്റി നിർത്തി വഴക്കു പറയുന്നതും പല കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കി വിടുന്നതുമെല്ലാം മറ്റു കുട്ടികളും ശ്രദ്ധിക്കാറുണ്ട്. എങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഠിക്കുന്ന ശ്രീനന്ദയുടെ മാർക്ക് കുറയ്ക്കാനൊന്നും അവർ ശ്രമിച്ചിട്ടില്ല. ഒന്ന് രണ്ട് സന്ദർഭങ്ങൾ അങ്ങനെ ഉണ്ടായപ്പോൾ ശ്രീനന്ദ അതേപ്പറ്റി കൂടുതൽ ചോദിക്കുകയും പ്രിൻസിപ്പലിനോട് കംപ്ലൈന്റ് ചെയ്യുകയും ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഉപദ്രവങ്ങളൊന്നും പിന്നീട് ആൻസിയിൽ നിന്ന് അവൾക്ക് ഉണ്ടായില്ല. പക്ഷെ പലപ്പോഴും ആൻസിയുടെ ടാർഗറ്റ് ശ്രീനന്ദയായിരുന്നു. ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 45 മിനിറ്റ്സ് എന്റെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. ഇന്നലെ ഞാൻ ഓൾറെഡി ഇതേപ്പറ്റി ക്ലാസ് ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്തതാണ്. അതുകൊണ്ട് ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാ കുട്ടികളും എന്റെ സ്പെഷ്യൽ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ആർക്കെങ്കിലും ക്ലാസ് കട്ട് ചെയ്തു പോകാൻ ഒരു ഭാവം ഉണ്ടെങ്കിൽ, എല്ലാവർക്കും അറിയാലോ എന്നെ, താക്കീതുപോലെ അത്രയും പറഞ്ഞുകൊണ്ട് ആൻസി ക്ലാസ് റൂം വിട്ട് ഇറങ്ങിയപ്പോൾ എല്ലാ കുട്ടികളും സ്വാഭാവികതയോടെ തന്നെയാണ് ഇരുന്നത്. കാരണം അവരെല്ലാവരും ഇന്നലെ തന്നെ ക്ലാസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ വിവരം അറിഞ്ഞതാണ്. സാധാരണ ഇങ്ങനെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടൊക്കെ പറയുന്ന സമയങ്ങളിൽ പാർവതിയാണ് അത് ശ്രീനന്ദയെ അറിയിക്കാറുള്ളത്. മുമ്പ് സജീവിന്റെ വീട്ടിലായിരുന്ന നേരത്തൊക്കെ സുനിത ചേച്ചിയുടെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു പാർവതിക്ക്. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്ത് അവൾ സുനിത ചേച്ചിയുടെ ഫോൺ നമ്പറിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറയും. അതുപ്രകാരം താൻ അമ്മായിയോട് താമസിച്ചേ വരികയുള്ളൂ എന്ന് പറഞ്ഞ് പെർമിഷനൊക്കെ വാങ്ങിയിട്ടായിരിക്കും ക്ലാസ്സിൽ പോകുന്നത്. ഒരുപക്ഷെ ഇന്നലെ പാർവതി അതേപ്പറ്റി പറയുവാൻ മറന്നുപോയതായിരിക്കും. ശ്രീനന്ദ ഓർത്തു. ക്ലാസ്സിലെ മറ്റു കുട്ടികളായിട്ടൊന്നും അടുപ്പമില്ലാത്തതിനാൽ തന്നെ അവരുടെ ഫോൺ വാങ്ങി ഇന്ദിരയെ വിളിക്കാമെന്ന് കരുതിയാൽ അതും നടക്കില്ല. ഇന്ദിരയുടെ നമ്പർ പോലും എനിക്ക് കാണാതറിയില്ല. വല്ലാത്തൊരവസ്ഥയിൽ പെട്ടു ശ്രീനന്ദ. ഇനിയിപ്പോ ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ മറ്റു വഴിയില്ലെന്ന് കണ്ടതും അവൾ അവിടെ തന്നെ ഇരുന്നു. അപ്പോഴേക്കും ആൻസി മിസ്സിന്റെ ക്ലാസ് തുടങ്ങി. എല്ലാവരും ശ്രദ്ധയോടെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ശ്രീനന്ദ വല്ലാത്തൊരു വെപ്രാളത്തോടെയും ടെൻഷനോടെയുമാണ് ഇരുന്നത്. എന്നും എത്തുന്ന നേരം കഴിഞ്ഞിട്ടും തന്നെ കണ്ടില്ലെങ്കിൽ ഇന്ദിരാമ്മ എന്ത് കരുതും? അവർ വിഷമിക്കത്തില്ലേ? ഇനി തന്റെ അഹങ്കാരം കാരണം
താൻ പറയാതായിരിക്കുമോ എന്ന് അവർ കരുതുമോ? അങ്ങനെ നൂറുകൂട്ടം ചിന്തകൾ ശ്രീനന്ദയുടെ തലയിലൂടെ പാഞ്ഞുപോയി. ശ്രീനന്ദ! അപ്പോഴായിരുന്നു ഒരലറലോടെ ആൻസിയുടെ ശബ്ദം ക്ലാസ്സിൽ മുഴങ്ങിയത്. മറ്റേത് ക്ലാസ്സിൽ അല്പം അശ്രദ്ധയോടെ ഇരുന്നാലും ആൻസി മിസ്സിന്റെ ക്ലാസ്സിൽ അങ്ങനെ ഇരിക്കാത്തതാണ് ശ്രീനന്ദ. എന്തോ ചിന്തകൾ അറിയാതെ കൈപ്പിടിയിൽ നിന്ന് ഊർന്നു പോയതുകൊണ്ട് അവൾക്കതൊന്നും ഓർക്കാനുള്ള സമയം കിട്ടിയില്ല. ആൻസിയുടെ അലർച്ച രണ്ടാമതും കാതിൽ വന്നപ്പോൾ ശ്രീനന്ദ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റു. എന്താ, ക്ലാസ്സിലിരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ശ്രീനന്ദയ്ക്ക്? ഇല്ല, സോറി മിസ്. ക്ലാസ് എടുക്കുന്ന സമയം ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. അല്ലാതെ സ്വപ്നം കണ്ടിരുന്നാൽ സി മാർക്കൊക്കെ അതിന്റെ വഴിക്കങ്ങ് പോകും, കേട്ടല്ലോ. അതും പറഞ്ഞ് ആൻസി ഒന്ന് മൂളിയപ്പോൾ ശ്രീനന്ദ പതിയെ സീറ്റിലേക്ക് ഇരിക്കാൻ തുടങ്ങി. അതിനോട് തന്നോടാരാ ഇരിക്കാൻ പറഞ്ഞത്? തന്നോട് ഇനി ഇരിക്കാൻ പറഞ്ഞോ? ഇല്ലല്ലോ. തൽക്കാലം ആ ബുക്സ് എടുത്ത് ക്ലാസിന്റെ ഏറ്റവും ബാക്കിൽ പോയി നിൽക്ക്. ഇനി ക്ലാസ് കഴിയുന്നതുവരെ അവിടെ നിന്ന് പഠിച്ചാൽ മതി. പെട്ടെന്ന് ആൻസിയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു പെരുമാറ്റമുണ്ടായതും ശ്രീനന്ദയ്ക്ക് വല്ലാത്ത നാണക്കേട് തോന്നി. ക്ലാസ്സിലിരിക്കുന്ന ഒട്ടുമുക്കാൽ കുട്ടികളും വാ പൊത്തിപ്പിടിച്ചടക്കി ചിരിക്കുന്നുണ്ട്. എന്തോ അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. വിഷമം വന്ന് തിങ്ങി നിറഞ്ഞ് ശ്രീനന്ദയുടെ കണ്ണുകൾ കവിഞ്ഞൊഴുകി. ബുക്കും ബാഗും എടുത്തോണ്ടവൾ ക്ലാസിന്റെ ഏറ്റവും ബാക്കിലേക്ക് പോയി. ചുവരിൽ ചാരി നിന്ന് നോട്ടെഴുതി. ഏകദേശം 4:30 അടുക്കാറായപ്പോഴേക്കും ക്ലാസ് കഴിഞ്ഞു. കുട്ടികൾ ഓരോരുത്തരായി ക്ലാസ്സിന് പുറത്തേക്ക് ഇറങ്ങി. ഏറ്റവും ഒടുവിൽ നിന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഇറങ്ങിയിട്ട് പോകാമെന്ന് കരുതി ശ്രീനന്ദ. ആൻസി അപ്പോൾ എന്തൊക്കെയോ ടെക്സ്റ്റും ബുക്കും ഒക്കെ മറിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രീനന്ദ വാതിൽ കടന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും പിന്നിൽ നിന്നും ആൻസിയുടെ വിളി വന്നു. മറ്റു കുട്ടികളൊക്കെ ഇറങ്ങിപ്പോയിരുന്നു ഇതിനോടകം തന്നെ. നോക്ക്, ഇനി മേലിൽ എന്റെ ക്ലാസ്സിൽ ഇതുപോലെ ശ്രദ്ധയില്ലാതിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നീ എന്റെ ക്ലാസ്സിലുണ്ടാവില്ല. അവസാന വർഷമല്ലേ ഇത്? ഒരു പേപ്പറിന് ഫെയിലായാലും PG ഫെയിൽ തന്നെയാണ്. പെട്ടെന്ന് ആൻസിയുടെ നാവിൽ നിന്നും അത് കേട്ടതും ശ്രീനന്ദ വല്ലാത്തൊരു തരം പകപ്പോടെ അവരെ നോക്കി. അപ്പോഴേക്കും ആ ഇടനാഴി കഴിഞ്ഞു പോയിരുന്നു അവർ. അതേസമയം അഥർവിന്റെ വീട്ടിൽ സമയം ഏകദേശം 4 മണിയോട് അടുക്കാറായിട്ടും ശ്രീനന്ദയെ കാണാതായതോടെ വല്ലാത്തൊരു വെപ്രാളത്തിലായിരുന്നു ഇന്ദിര. എന്തുപറ്റി ഇന്ദിരെ? എന്താ അതിന്റെ മുഖം വല്ലാണ്ട്? പതിവ് പോലെ ആരിനെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്ന മാധവൻ ചോദിച്ചു. അതല്ല മാധവേട്ട, ശ്രീനന്ദ ഇതുവരെയും ക്ലാസ് കഴിഞ്ഞെത്തിയില്ല. എന്നും വരുന്ന സമയം കഴിഞ്ഞിട്ടിപ്പോ 10 മിനിറ്റ് കഴിഞ്ഞു. ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ട് ആവലാതിയോടെ പറഞ്ഞു ഇന്ദിര. അഥർവും മറ്റെന്തൊക്കെയോ കാരണത്താൽ തന്നെ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നില്ലെന്ന്. അവനെന്തോ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് അവൻ ഓഫീസ് റൂമിൽ ഇരുന്ന് അത് അറ്റൻഡ് ചെയ്യുമായിരുന്നു. ആന്റി വന്നില്ലേ അച്ഛമ്മേ? ഇതൊന്നും ശ്രദ്ധിക്കാതെ അവിടെയെല്ലാം ശ്രീനന്ദയെ നോക്കിക്കൊണ്ട് നിന്ന ആര്യൻ ഇന്ദിരയെ നോക്കി ചോദിച്ചു. ഇല്ല ആര്യൻകുട്ടാ, ആന്റി ഇതുവരെ ക്ലാസ് കഴിഞ്ഞ് വന്നില്ല. ഇന്ദിരയുടെ ആ സംസാരം കേട്ടുകൊണ്ടാണ് അഥർവ് താഴേക്കിറങ്ങി വന്നത്. എന്തു പറ്റിയമ്മേ? എന്റെ അമ്മയുടെ മുഖം വല്ലാണ്ടിരിക്കുന്നത്? അഥർവ് ചോദിച്ചു. അത് മോനെ, ശ്രീനന്ദ ഇതുവരെയും ക്ലാസ് കഴിഞ്ഞ് വന്നില്ല. എന്നും വരുന്നതിലും 10-15 മിനിറ്റ് താമസിച്ചു ഇപ്പോ തന്നെ. എടോ, ചിലപ്പോ ആ കുട്ടി വല്ല കടയിലോ മറ്റോ കയറിയിട്ടുണ്ടാവും കൂട്ടുകാർക്കൊപ്പം. മാധവൻ ഇന്ദിരയെ ആശ്വസിപ്പിക്കാനായി പറഞ്ഞു. എങ്കിൽ പിന്നെ അവൾക്കതൊന്ന് വിളിച്ചു പറഞ്ഞൂടെ? അഥർവ് അല്പം ദേഷ്യത്തിൽ എടുത്തടിച്ചതുപോലെ ചോദിച്ചതും ഇന്ദിര അവന്റെ മുഖത്തേക്ക് നോക്കി. മോനെ, ആ കുട്ടിക്ക് ഫോണില്ല. പെട്ടെന്ന് ഇന്ദിര പറഞ്ഞതും അഥർവ് വിശ്വാസം വരാത്ത പോലെ അവരെ നോക്കി. ഈ പ്രായത്തിലും ഫോണില്ലാത്ത കുട്ടികളോ? അതായിരുന്നു അവന്റെ മനസ്സിൽ. പിന്നെ അവൾക്ക് ഫോണൊക്കെ ഉണ്ടാകും അമ്മേ. ചിലപ്പോ നമ്മൾ ആരും കാണാതെ അവളത് ഉപയോഗിക്കുന്നുണ്ടാവും. അല്ല മോനെ, ഒരിക്കൽ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു വന്ന അന്ന് ആ കുട്ടിയുടെ ഏതോ കൂട്ടുകാരിയെ വിളിക്കാൻ വേണ്ടി എന്റെ ഫോണാ വാങ്ങിയത്. ഛേ, എനിക്ക് പിന്നെ അമ്മയ്ക്കിത് മുൻപേ പറയാൻ പാടില്ലായിരുന്നോ? അവൾക്കൊരു ഫോൺ വാങ്ങി കൊടുക്കായിരുന്നല്ലോ. ഇതിപ്പോ എവിടെയാണെന്ന് പറഞ്ഞാ നമ്മൾ അന്വേഷിക്കുന്നത്. അതർ, തൽക്കാലം നീ കോളേജ് വരെ പോകുമോ? അമ്മ, അതിന് സമയമൊന്നും ആയിട്ടില്ല. ചിലപ്പോ ബസ് കിട്ടാഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിലോ മറ്റോ നിൽക്കുന്നുണ്ടാകും അവൾ. അതല്ല മോനെ, ഇങ്ങനൊന്നും ആ കുട്ടി താമസിക്കുന്നതല്ല. കോളേജ് വിട്ട അപ്പൊ തന്നെ വീട്ടിലേക്ക് വരുന്നതാ. ഇത് മറ്റെന്തോ പ്രശ്നമാണ്. നീ ഒന്ന് പോയി നോക്കുമോനെ. ഒടുക്കം ഇന്ദിരയുടെ നിർബന്ധം സഹിക്കവയ്യാതെ അഥർവ് ശ്രീനന്ദയെ അന്വേഷിച്ച് അവളുടെ കോളേജ് ലക്ഷ്യമാക്കി പോയി. പോകുന്ന വഴികളിലെല്ലാം അവൻ പോലും അറിയാതെ അവന്റെ കണ്ണുകൾ അവളെ തിരിഞ്ഞു. ഇന്ദിരയോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ശ്രീനന്ദ എന്നും വരുന്ന സമയം കഴിഞ്ഞിട്ടും വീട്ടിലെത്തിയില്ലെന്നറിഞ്ഞപ്പോ എന്തുകൊണ്ടോ അഥർവിനും വല്ലാത്തൊരു വെപ്രാളമുണ്ടായിരുന്നു. പക്ഷെ അവനത് പുറത്ത് കാണിച്ചില്ലെന്ന് മാത്രം. ഒടുക്കം അവന്റെ കാറ്
അവളുടെ കോളേജ് ഗേറ്റിന് മുൻപിലേക്ക് ചെന്നു. ഗേറ്റിനടുത്ത് തന്നെ നിൽപ്പുണ്ട് സെക്യൂരിറ്റി. അതൊരു വയൽക്കടുത്തേക്ക് കാർ നിർത്തി താഴ്ത്തി. ഗ്ലാസ് താഴ്ത്തി. ചേട്ടാ, കോളേജ് വിട്ടതാണോ? അതെ സാറേ, 3:30 തന്നെ കോളേജ് വിട്ടു. അഥർവ് യാന്ത്രികമായി വാച്ചിലേക്ക് നോക്കി. സമയം 5:30. 2 മണിക്കൂറോളം ഇവളിത് എവിടെ പോയി? അവൻ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് ഇന്ദിരയെ വിളിച്ചു. എന്തായി മോനെ, ശ്രീനന്ദയെ കണ്ടോ? സത്യം പറഞ്ഞാൽ ശ്രീനന്ദ വീട്ടിലെത്തിയോ എന്ന് അറിയാൻ വേണ്ടിയാണ് അഥർവ് വിളിച്ചത്. പക്ഷെ ഇന്ദിരയുടെ ആ ചോദ്യം കേട്ടപ്പോ തന്നെ അവന് മനസ്സിലായി ശ്രീനന്ദ എത്തിയിട്ടില്ലെന്ന്. ഇല്ലമ്മേ, ഞാൻ അന്വേഷിക്കുന്നതേ ഉള്ളൂ. അത് പറയുന്നതോടൊപ്പം അഥർവ് കോൾ കട്ട് ചെയ്തു. ഈശ്വര, എന്റെ കുട്ടി. ഇന്ദിര നെഞ്ചിൽ കൈവച്ചുകൊണ്ട് മാധവനെ നോക്കി. തുടരും. അങ്ങനെ ഒരു പാട്ട് കൂടി തന്നു. കമന്റും സപ്പോർട്ടും മറക്കരുതേ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ.